പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം സ്ഥാപിച്ച ഏറ്റവും മനോഹരമായ സംവിധാനമാണ് കുടുംബം. ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രതീകമാണ്, അതിൻ്റെ പൂർണ്ണതയാണ്, അതേ സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ ഒരു പരാജയമായിട്ട് തീരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൊന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. എല്ലാറ്റിൻ്റെ മേലും പങ്കുവെക്കാനുള്ളൊരു ധർമ്മമാണ് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നവർക്കുള്ളത്. അത് ദാരിദ്ര്യമാണെങ്കിലും അപമാനമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും സമ്പത്താണെങ്കിലും പങ്കുവെക്കുക. ഇതാണ് ദാമ്പത്തിക ധർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണ്. ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കേണ്ട കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ച് ചേരുകയും വേണം. സ്നേഹമുള്ള, ഇതൊരു വലിയൊരു വചനമാണ്. കുടുംബജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു പള്ളിയിലെ വികാരിയായിരിക്കെ ഒരു ഫാമിലി അവിടെ ഷെയറിങ്ങിനായിട്ട് വന്നിരുന്നു. അവരുടെ പ്രശ്നം ഇതാണ്: അവരുടെ മകൻ ഒരു സ്ഥലത്ത് ചെന്നിട്ടും നിലനിൽക്കുന്നില്ല. നന്നായി പഠിപ്പുള്ള കൊച്ചാണ്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, കഴിവുണ്ട്, വിവാഹം നടക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അവൻ എവിടെ പോയാലും ശരി ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യത്തില്ല. ഒരു സ്ഥലത്ത് പോയാൽ പിന്നെ അവിടെ നിന്ന് വിട്ടുപോരും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും, അവിടെ ബഹളം ഉണ്ടാകും, ആകെ പ്രശ്നമാണ്. അപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് ഈ അപ്പൻ്റെ സ്വഭാവമാണ് ഏകദേശം കുഞ്ഞിനുള്ളത്. ഇവൻ്റെ അപ്പൻ എന്നെ വിവാഹം കഴിച്ചു, ചതിയായിരുന്നു അത്. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സൗന്ദര്യം കണ്ടും സ്വത്ത് കണ്ടിട്ടും മാത്രം ഇങ്ങനെ കയറിക്കൂടിയതാണ്. ഈ കുഞ്ഞുണ്ടായതിന് ശേഷം ഒരു ഉത്തരവാദിത്വമില്ലാതെ അലഞ്ഞു തിരിഞ്ഞാണ് നടക്കുന്നത്. ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്? അതെ, ഞങ്ങളുടെ വീട്ടിൽ താമസമുണ്ട്. നാണമില്ല അച്ഛാ, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ഞാനുണ്ടാക്കി വീട്ടിൽ ഇപ്പോൾ ഒരു നാണമില്ലാതെ വന്ന് കിടപ്പുണ്ട്. ഭക്ഷണം കൊടുക്കാറുണ്ടോ? അതൊക്കെ ഉണ്ട്. പട്ടിണിക്കൊന്നും ഞാൻ ഇടാറില്ല അച്ഛൻ, ഞാൻ തന്നെ അധ്വാനിച്ച് ഞാൻ കാശും കൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. രണ്ടുപേരും ഒന്നിച്ചാണ് കിടക്കുന്നത്. അല്ല ചച്ചാ, അങ്ങേരുടെ കൂടെ ഞാൻ കിടക്കത്തില്ല അച്ഛൻ. ഞാനൊരു 10-12 വർഷമായിട്ട് എനിക്ക് ആ മനുഷ്യൻ എൻ്റെ ശരീരത്തിൽ തൊടുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല, എന്നെ നോക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല അച്ഛാ. എന്തിനാണ് അച്ഛാ ഭർത്താവെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? ഒരു കാര്യം ചെയ്തു തരുന്നില്ല, ഒരു ഉത്തരവാദിത്വവുമില്ല, ഒന്നിനും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തെങ്കിലും കിട്ടിയ നാണമില്ലാതെ കൊണ്ടുപോകാൻ അറിയാം, കള്ളു കുടിക്കാൻ അറിയാം. കള്ളു കിട്ടിയില്ലെങ്കിൽ ചീത്ത പറയുക, പിന്നെ സ്വയം എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുക എന്നല്ലാതെ എനിക്കൊരു ഡ്രസ്സ് പോലും വാങ്ങി തന്നിട്ടില്ല, ഒരു പൊട്ട് പോലും, ഒരു വള പോലും എനിക്കൊന്നും വാങ്ങി തന്നിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല അച്ഛൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. 7-ാം അധ്യായത്തിൽ 10 തൊട്ടുള്ള തിരുവചനത്തിൽ പറയുന്നു, കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്, അഥവാ വേർപിരിയുന്നെങ്കിൽ അവിവാഹിതരെ പോലെ ജീവിക്കണം. എന്നിട്ട് തുടർന്നുള്ള വചനത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. 14-ാമത്തെ വചനം, എന്തെന്നാൽ അവിശ്വാസിയായി ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായി ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരുമായിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരി, നിങ്ങളെന്തിനു വിവാഹം കഴിപ്പിച്ചേക്കണേ? ഈ ഭൂമിയിൽ ദൈവം തമ്പുരാന് ഈ മകനൊരു ജീവിത പങ്കാളിയായിട്ട് നിന്നെയാണ് തിരഞ്ഞെടുത്തത്. നിൻ്റെ വീട്ടുകാർക്ക്, ഒരുപക്ഷെ നിൻ്റെ കൂട്ടുകാർക്ക്, ചുറ്റുപാടുമുള്ള എല്ലാവർക്കും നിൻ്റെ ഭർത്താവ് ഒരു പോരായ്മയെ തോന്നിയാലും കർത്താവിന് ഉറപ്പുണ്ട്, ഈ മകള് ഈ ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ ആ സ്ത്രീ ഇരുന്ന് വാവിട്ട് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. അവരെന്നോട് പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ അച്ഛ, ഈ ഭർത്താവിന് ഞാനല്ലാതെ ലോകത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ പണ്ടേ കൊന്നു കളഞ്ഞേനെ, അല്ലെങ്കിൽ കിണറ്റി കൊണ്ടുപോയിട്ടേനെ. ചുമക്കാൻ എന്നെ കൊണ്ടല്ല വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല അച്ഛ. ഞാൻ പറഞ്ഞു, ശരിയാ നീ പറഞ്ഞത്, കാരണം ഇവനെ ചുമക്കാൻ നിന്നെ കൊണ്ടേ പറ്റൂ. സത്യത്തിൽ ചേർന്ന തുണയെന്ന് ബൈബിളിൽ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ കുടുംബജീവിതത്തിൽ നമ്മൾ പറയും, അയൽവാസിയായിരുന്നു എൻ്റെ ഭാര്യയെങ്കിൽ, അതായിരുന്നു എൻ്റെ ഭർത്താവെങ്കിൽ, അല്ലെങ്കിൽ ആ കുടുംബമായിരുന്നു, ഞാൻ നേരത്തെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പല ഓപ്ഷൻസും പറയും. ആ ഓപ്ഷൻസ് ഒന്നും പൂർത്തീകരിക്കുന്നതല്ല. പൂർത്തീകരിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. എന്താണ് പൂർത്തീകരിക്കുന്നത്? ഈ ഭൂമിയിൽ
നിന്നെ ചുമക്കാൻ ഇവളെ കൊണ്ടേ പറ്റുകയുള്ളൂ. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ചേർന്ന തുണയെ ദൈവം നിനക്ക് തരുന്നത്. അത് ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നായി തീരുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരും. സ്നേഹമുള്ളവരെ, കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് അവർ ധ്യാനം എല്ലാം കൂടി ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിച്ചു. കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ, വർഷമായില്ല, മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയും ഭർത്താവും വന്നു. അവർ പള്ളിയിൽ പോകാൻ തുടങ്ങി. അവരൊന്നിച്ച് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയി തുടങ്ങി. സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങാൻ തുടങ്ങി. വീട്ടിൽ അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. മകന് കിട്ടില്ലെന്ന് പറഞ്ഞതും നിൽക്കില്ലെന്നും പറഞ്ഞതായ ജോലികളെല്ലാം ലഭിച്ചു. അവനെല്ലാം നല്ല ഉന്നതമായ നിലയിലേക്ക് എത്താൻ തുടങ്ങി. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ന്യായവും വാദവും നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, നിങ്ങളാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ഭർത്താവിനെയോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അശുദ്ധരാകുമെന്ന സത്യം തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൗൺസിൽ ചെയ്യാൻ നടത്തുക, കൗൺസിലേഴ്സ് അവരോടൊക്കെ ചോദിക്കുമ്പോൾ പല കുഞ്ഞുങ്ങളും നിഷേധ മനോഭാവമാണ്. ഇതെവിടുന്ന് ഈ നിഷേധ മനോഭാവം കിട്ടിയിരിക്കുന്നത്? എനിക്ക് ചേരാത്ത ജീവിത പങ്കാളി പെട്ടുപോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളും പറയും, ഈ കുടുംബത്തിൽ വിട്ടുപോയല്ലോ, വേണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ അവരൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സമ്പത്തില്ലെങ്കിലും പണമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും അവരുടെ മക്കളിലൂടെ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. കുടുംബജീവിതത്തിന് മധ്യസ്ഥനാണ് വിശുദ്ധ യോസേപ്പ്. കുടുംബജീവിതത്തിന് മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. പ്രായവ്യത്യാസം നോക്കിയിട്ടില്ല. അവരുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ അവരെടുത്തിട്ടില്ല. അവർ രണ്ടു കൂട്ടരും ദൈവത്തിന് വേണ്ടിയിട്ടാണ് കുടുംബജീവൻ നയിച്ചത്. അതുകൊണ്ട് ദൈവം തന്നെ ആ കുടുംബത്തിൽ ഇറങ്ങി വന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ക്രിസ്തുവാണ് ഭരണം നടത്തിയത്. കാരണം എന്താണ്? പ്രായം നോക്കാത്ത, സൗന്ദര്യം നോക്കാത്ത, നിലപാട് നോക്കാത്ത, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയൊരു കുടുംബത്തിലാണ് ആ കുടുംബജീവിതം പൂവണിഞ്ഞത്. അത് ഭംഗിയായി തീർന്നത്. കർത്താവ് അവിടെ ഇറങ്ങി വന്നത്. ഇന്ന് മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ഒത്തിരി പരാതി പറയാറുണ്ട്. എന്താ പരാതി പറയുന്നത്? മക്കൾ ശരിയല്ല, അവൻ അമ്മയുടെ ഗുണമാണ്, അമ്മയുടെ ആങ്ങളയുടെ ഗുണമാണ്, ഇത് അപ്പൻ്റെ കുടുംബത്തിൻ്റെ സ്വഭാവമാണ്, അപ്പൻ്റെ വല്യമ്മയുടെ സ്വഭാവമാണ്, വല്യപ്പൻ്റെ പലരുടെയും സ്വഭാവമാണെന്നാണ് പറയുന്നത്. DNA ഒക്കെ സംഭവിക്കും. അതിനൊന്നും നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നീ ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ നിൻ്റെ മക്കൾ ക്രിസ്തുവിനെ പോലെയായിരിക്കും ജീവിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ വാഗ്ദാനമാണ് ബൈബിളിൽ കർത്താവ് പറയുന്നത്. ഇതാ, നിൻ്റെ മക്കൾ അവർ വിശുദ്ധരായിട്ട് തീരും. ബൈബിളിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ, പുതിയ നിയമം പരിശോധിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് യേശുവിൻ്റെ വംശാവലി പുസ്തകമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 വചനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയതുമായ ഒരു വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതും വംശാവലി ആയതുകൊണ്ട് ബോറിംഗ് ആയും തോന്നുന്ന ഒരു പുസ്തകമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. വളരെയേറെ അർത്ഥങ്ങളുള്ള, ആഴങ്ങളുള്ള, ആത്മീയ രഹസ്യങ്ങളുള്ള ഒരു അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വചനം. യേശു പറയുകയാണ്, അബ്രാഹാമിൻ്റെ പുത്രനാണ് ഞാൻ ഇസഹാക്കിൻ്റെ പുത്രനാണ്, ഞാൻ യാക്കോബിൻ്റെ പുത്രനാണ്, ഞാൻ ദാവീദിൻ്റെ പുത്രനാണ്, ഞാൻ രൂത്തിൻ്റെയും ബോവസിൻ്റെയും മകനാണ്, ഞാൻ യൂദയുടെ മകനാണ്. അങ്ങനെ യേശുവിൻ്റെ വംശാവലി പുസ്തകത്തിൽ യേശു പറയുന്നത് എൻ്റെ ഫോർഫാദേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. നമ്മളൊക്കെ കുടുംബചരിത്രം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും. മാർത്തോമാ ശ്ലീഹായുടെ പേര് വെച്ചിട്ട് പിന്നെ അതിനുശേഷം ഡയറക്റ്റ് മാമോദീസ മുങ്ങിയൻ്റെ മാത്രമേ പേരുണ്ടാവുകയുള്ളൂ. സഭയിൽ നിന്ന് വിട്ടുപോയതോ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയതൊന്നും നമ്മൾ ചേർക്കാറില്ല. പക്ഷേ യേശു അങ്ങനെ പറഞ്ഞില്ല. യേശു പറഞ്ഞു, അബ്രഹാം എൻ്റെ പിതാവാണ്. ജീവിത പങ്കാളിയുടെ വാക്ക് കേട്ട് കുടുംബത്തിൽ ജോലിക്ക് നിന്ന വ്യക്തിയിൽ നിന്ന് ഗർഭം ധരിപ്പിച്ചവനാണ് അബ്രഹാം. യൂദയെക്കുറിച്ച് പറയുകയാണ്. യൂദയ ആരാണ്? മകൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ. ആ ഭാര്യയിൽ അപ്പനാണ് ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായത്. യൂത്ത് ബോവസ്
കുടുംബത്തിൽ പെടാത്തവരാണ്. അപ്പോൾ ചരിത്രം, ഈ കുടുംബ ചരിത്രത്തിൽ മൊത്തം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കശപിശ കാണാവുന്ന രീതിയിൽ, ഒരു നല്ല രീതിയിലല്ലാത്ത ഒരു ഓർഡറാണ് ക്രിസ്തുവിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ കുടുംബജീവിതവും ക്രിസ്തുവിൻ്റെ കുടുംബജീവിതത്തിൻ്റെയും വ്യത്യാസമുണ്ട്. ക്രിസ്തു ഇതെല്ലാം പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഏറ്റവും ആനന്ദം തരുന്ന ഇത്രയുമാണ്, എൻ്റെ അപ്പൻ ഇങ്ങനെയാണെങ്കിലും എൻ്റെ പൂർവ്വപിതാക്കന്മാരിങ്ങനെയാണെങ്കിലും ഞാൻ അങ്ങനെയല്ല. എൻ്റെ പിതാവായ ദാവീദ് വീട്ടിൽ എൻ്റെ പട്ടാളത്തിലുണ്ടായിരുന്നവൻ്റെ ഊറിയാവിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കാൻ വേണ്ടി ശ്രമിച്ചവനാണെങ്കിൽ വ്യഭിചാരിയായ സ്ത്രീയോട് കരുണ കാണിച്ചവനാണ് ദാവീദിൻ്റെ മകനായ യേശുക്രിസ്തു. ദാവീദ് ജോലിക്കാരൻ്റെ ഭാര്യ ആസക്തിയോടെ നോക്കിയെങ്കിൽ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തു എല്ലാ മനുഷ്യനോടും വിശുദ്ധിയോടും സ്നേഹത്തോടും പെരുമാറിയവനാണ്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ പിതാക്കന്മാരുടെ സ്വഭാവമായിരിക്കില്ല നമുക്കുണ്ടാകുക. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയുടെ കുടുംബക്കാരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അപ്പൻ്റെ സ്വഭാവം, ഇത് അമ്മയുടെ സ്വഭാവം, ഇത് നാത്തൂൻ്റെ സ്വഭാവം, അത് വല്യപ്പൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ കണ്ടേക്കണത് അപ്പൻ്റെ അമ്മയുടെയും പാരമ്പര്യവും സ്വഭാവവും മാത്രമാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ പറയുന്ന കുടുംബങ്ങളിൽ ക്രിസ്തുവിനെ അല്ല സ്വീകരിച്ചിരിക്കുന്നത്. പകരം അവർ ഒരു കുടുംബജീവിതം എഗ്രിമെൻ്റായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ കുടുംബത്തെ വ്യക്തിയാണ് എടുത്തിരിക്കുന്നത്. അത് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കുടുംബജീവിതം വിശദീകരിക്കപ്പെടണമെങ്കിൽ ഭാര്യയെ ആയിക്കോട്ടെ ഭർത്താവിനെ ആയിക്കോട്ടെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഈ ഭൂമിയിൽ ഏത് വ്യക്തി ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്നുവോ ആ വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും ക്രിസ്തുവിൻ്റെ വെളിപാടുകളും ഉണ്ടാകും. എങ്ങനെയാണ് സഹോദരങ്ങളെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുക? അതിന് സിമ്പിളായിട്ടൊരു മാർഗമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു പേന ഗിഫ്റ്റായിട്ട് തരികയാണ്. നിങ്ങൾ എന്നോട് എന്ത് പറയും? താങ്ക്സ് അച്ഛാ എന്ന് പറയും. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നന്ദി പറയും. നീ ദൈവകരങ്ങളിൽ നിന്നാണ് നിൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുന്നതെങ്കിൽ ഇന്ന് തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: പിതാവായ ദൈവമേ, ഈ ഭർത്താവിനെ എനിക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഭർത്താവിൽ നിന്ന് എനിക്ക് മക്കളെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിത പങ്കാളി ഭർത്താവാണ് ഇങ്ങനെ കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നതെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവെ, എൻ്റെ ഭാര്യ ഓർത്ത് നന്ദി പറയുന്നു, ഭാര്യയുടെ വീട്ടുകാരെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിത പങ്കാളിയുടെ ബന്ധങ്ങളെ ഓർത്ത്, സ്വഭാവങ്ങളെ ഓർത്ത്, വൈകല്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഒരു വ്യക്തി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും സഹോദരങ്ങളെ 100% ഉറപ്പാണ് അവന് ദൈവകരങ്ങളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ പറ്റും, മുറിവുകൾ ക്ഷമിക്കാൻ പറ്റും. ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും, മക്കൾ ക്രിസ്തുവിനെ പോലെയായിത്തീരും. ഈ രഹസ്യമാണ് കുടുംബജീവിതം നയിച്ച പത്രോസ് ലീഗ 1 പത്രോസ് 3-ാം അധ്യായം 1 തൊട്ടുള്ള വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ജീവിത പങ്കാളി എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നതെന്ന് വ്യക്തമായിട്ട് ജീവിത പങ്കാളി ഉണ്ടായിരുന്ന അമ്മായിമ്മയുണ്ടെങ്കിൽ അർത്ഥം ഭാര്യയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പത്രോസ് ലീഗ പറയുകയാണ്: ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുകയും. ഞാൻ പലപ്പോഴും ഭാര്യമാരെക്കുറിച്ചിട്ട് ഈ വചനം വായിപ്പിക്കുമ്പോൾ ഇവരുടെയൊക്കെ മുഖമൊക്കെ അങ്ങ് മാറുന്ന കാണാൻ പറ്റും. വിധേയപ്പെട്ടാണ് അച്ചോ ഞാൻ ഈ പരുവത്തിലായിരിക്കുന്നത്. സഹോദരിമാരെ, യഥാർത്ഥത്തിൽ വിധേയത്വം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങളങ്ങനെ അസ്വസ്ഥരാകുന്നത്. എന്താണ് വിധേയത്വം എന്ന് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആദരവോടെ, നിങ്ങൾ നിഷ്കളങ്കതയോടെ പെരുമാറുവിൻ. ഞാൻ വിവാഹത്തിന് ഷെയറിങ്ങുമായിട്ട് വരുന്ന ദമ്പതികളോട് ഞാനൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഭർത്താവിനോട് ചോദിക്കും, വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇപ്പോൾ ചിലർ പറയും 10 വർഷമായി, ചിലർ പറയും 15 ചിലർ 20 25 30 ചിലപ്പോൾ അതിൽ കൂടുതലായവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, 30 വർഷം നീ നിൻ്റെ ഭാര്യയുടെ കൂടെ ജീവിച്ചു, ഓക്കെ, എങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? തിരിച്ച് ഭാര്യയോട് ഞാൻ ചോദിക്കും, നീ 30 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു, ഈ 30 വർഷം നീ ജീവിച്ചിട്ട് ഒരു ഭർത്താവിന് വേണ്ടത് എന്താണ്? കുറേ കേട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, കരുണ, സ്നേഹം, അത് ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ പലർക്കും അറിയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുക, ചോദിക്കുക, ജീവിത പങ്കാളിക്ക് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയ്ക്ക് എന്താണ് വേണ്ടത്? ഭാര്യയിൽ നിന്ന് ഭർത്താവിന് എന്താണ് വേണ്ടത്? ഭർത്താവിന് ഭാര്യയിൽ നിന്ന് എന്താണ് വേണ്ടത്?
അത് പത്രോസ്ലീഹ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കുടുംബജീവിതം വളരെ ഈസിയാണ്. എന്താണ് അത് പഠിപ്പിക്കുന്നത്? പത്രോസ്ലീഹ പറയാണ്, ഭാര്യമാരെ ആദരവ്, സ്നേഹം. ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് വേണ്ടത് ആദരവാണ്. അവൻ അംഗീകരിക്കപ്പെടേണ്ടത് ഭാര്യയിൽ നിന്നാണ്. അവൻ നിഷ്കളങ്കത പെരുമാറ്റം ഭാര്യയിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീടുള്ളത് സൗമ്യത, ശാന്തത. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ മതി. കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയ്ക്ക് വേണ്ട 4 ഗുണങ്ങൾ: 1 ആദരവ്, 2 നിഷ്കളങ്കത, 3 സൗമ്യത, 4 ശാന്തത. ഈ 4 സ്വഭാവങ്ങൾ, ശാന്തതയും സൗമ്യതയുമുള്ള ഭാര്യ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. 25, 26 അധ്യായങ്ങളൊന്ന് വായിക്കണം. വായാടിയായ ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മണൽക്കൊന്ന് കയറുന്ന വൃദ്ധനാണ് നല്ലതെന്നാണ് പറയുന്നത്. സൗമ്യതയില്ലാത്ത ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കരടിയുടെ കൂടെ പാർക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പ്രഭാഷകൻ 25, 26 അധ്യായങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല ഭാര്യയാകണമോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം വായിച്ചാൽ മതി. നല്ല ഭർത്താവാകണമോ? ഇതാ 1 പത്രോസ് 3-ാം അധ്യായം 6-ാമത്തെ വചനം വായിച്ചാൽ മതി. എഫേസ് ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചാൽ മതി. കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് ബയോളജിയും തിയോളജിയും മാനസശാസ്ത്രങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ബൈബിളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബൈബിൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കാൻ വേണ്ടി പോകുന്നവർക്ക് അടിസ്ഥാനങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് വേണ്ടത് അംഗീകാരമാണ്. ഭാര്യ അംഗീകരിക്കണം. ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഏത് ഭാര്യയായിക്കോട്ടെ, അവർ ഭർത്താവിൻ്റെ കൈകൾക്ക് തളർച്ചയാണ്. ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് ഇടയാകരുത്. മക്കളുടെ മുമ്പിൽ വെച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കെട്ടിയവൻ കാരണമാണ്, ഇങ്ങേര് കാരണമാണ്, ഈ മനുഷ്യൻ കാരണമാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ ആ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾക്ക് തകർച്ചയുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, നീ ഈ ഭർത്താവിനെ ചുമന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് നാളെ നിൻ്റെ സന്തതികൾ നന്മയുടെ സന്തതികളായിട്ട് കർത്താവ് മാറ്റിയിരിക്കും. ഇനി ഭാര്യയ്ക്ക് എന്താണ് വേണ്ടത്? ഭാര്യയ്ക്ക് വേണ്ടത് ഒറ്റ കാര്യം മാത്രം മതി. ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യയോട് കൂടെ ജീവിക്കുമ്പോൾ വിവേകത്തോടെ ജീവിക്കണം. ഭാര്യ ബലഹീന പാത്രമാണെങ്കിലും അവളെ ബഹുമാനിക്കണം. ജീവിത പങ്കാളിയെ, ഭാര്യയെ ബഹുമാനിക്കാത്ത ഭർത്താക്കന്മാർ അവർക്ക് തളർച്ചയാണ്. ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്ത്രീ സമത്വവും വിമോചന സമരങ്ങളൊക്കെ കൂടുതലുള്ള കാലഘട്ടമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ ഭൂമിയിൽ ഒരു സ്ത്രീ എൻ്റെ ഭാര്യയാകാൻ വരുന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും ആദരവോടെ സ്നേഹിക്കേണ്ടത്, ആദരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഭാര്യയുടെ വീട്ടുകാരെയും അവരുടെ മാതാപിതാക്കളെയും കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നവന് ബൈബിൾ ഒരു വാക്ക് പറയുന്നുണ്ട്: അവന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയില്ല. സ്വന്തം ജീവിത പങ്കാളിയുടെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും ബഹുമാനിക്കാത്ത ഭർത്താവിന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന വീട്ടിലില്ലെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെയല്ല പറയേണ്ടത്, പകരം ജീവിത പങ്കാളി ബഹുമാനിക്കാനുള്ള മനസ്സില്ലാത്തതാണ് അതിൻ്റെ കാരണമെന്ന സത്യവും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ജീവിത പങ്കാളിയെ ബഹുമാനിക്കുന്ന ഭർത്താവ്, അതോടൊപ്പം തന്നെ ആദരവും നിഷ്കളങ്കതയും സൗമ്യതയും ശാലീനതയുമുള്ള ഒരു ഭാര്യ, അവരുടെ മക്കളാണ് സത്യത്തിൽ കുടുംബത്തിൽ ഒന്നായിത്തീരുന്നത്. സ്നേഹമുള്ളവരെ, കുടുംബജീവിതം നയിക്കുന്നത് ഒരു പള്ളിയിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. അത് വിശുദ്ധന്മാർക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സഭ എന്തിനെ കുമ്പസാരിക്കണമെന്ന് പറയുന്നത്? കുടുംബജീവിതം എല്ലാവർക്കും പറ്റുന്നതല്ല. വിശുദ്ധർക്ക് മാത്രമേ കുടുംബജീവിതം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കുമ്പസാരിച്ച് ഒരു വിശുദ്ധനായതിനു ശേഷം മാത്രമേ, ഒരു വിശുദ്ധിയായതിനു ശേഷം മാത്രമേ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കൂ. നാളെ ഒരു ഭാര്യയോടും ഭർത്താവിനോടും കർത്താവ് എന്ത് ചോദിക്കും? എന്തായിരിക്കും ചോദിക്കുക? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കാനാണ് കർത്താവ് വിവാഹം കഴിപ്പിക്കുന്നതെങ്കിൽ നാളെ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് ചെല്ലാൻ നേരത്ത് ചിലർ പറയും, ഡൈവേഴ്സ് കഴിഞ്ഞ് ഞാൻ അതിനെ കഴിഞ്ഞു, ഇതിന് ഡൈവേഴ്സ് കഴിഞ്ഞു, ഇതിനെ സ്വീകരിച്ചു, ഭർത്താവ് എനിക്ക് വേണ്ട, മരിച്ചാൽ മതി, ചത്തിട്ട് ഇനി അവിടെ സ്വർഗത്തിലേക്കാണ് പോകണമെങ്കിൽ എനിക്ക് നരകത്തിൽ പോയാലും മതി, ഞാൻ ഇനി അവിടെ കൂടെ ഇല്ലെന്നൊക്കെ പറയുന്നില്ലേ? പക്ഷെ നാളെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതായിരിക്കും: ദൈവം ഭർത്താവിനോട് ചോദിക്കും, മോനെ, ഞാൻ എൻ്റെ ഒരു മകളെ നിനക്ക് തന്നായിരുന്നു, എൻ്റെ മോൾ എന്ത് ചെയ്യുന്നു ചോദിക്കും. ഭാര്യയോട് കർത്താവ് ചോദിക്കും, ഞാൻ ലോകത്ത് വേറെ ആർക്കും കൊടുക്കാതെ
നിന്നെക്കൊണ്ട് സാധിക്കുമെന്നും നിനക്ക് ഇവനെ വിശുദ്ധീകരിക്കാൻ സാധിക്കുമെന്നും നിന്നെക്കൊണ്ട് മാത്രമേ ഇവനെ വിശുദ്ധീകരിക്കാൻ പറ്റുമുള്ളൂ എന്നും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എൻ്റെ ഒരു മോനെ ഞാൻ നിനക്ക് തന്നായിരുന്നു. എൻ്റെ മോനെന്തി? നീ എന്ത് മറുപടി കൊടുക്കും? എൻ്റെ മകൻ എന്തെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് കൊടുക്കാൻ സാധിക്കുമോ? യേശുക്രിസ്തു ചോദിക്കും, പിതാവേ, സഭയെ വിശുദ്ധീകരിക്കാൻ ഇതാ എൻ്റെ കൈകളിലെ ആണിപ്പാടുകൾ ഇവിടെയുണ്ട്. ശിഷ്യന്മാരുടെ മധ്യേ നിന്നുകൊണ്ട് അവൻ ലോകത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ 2 കൈകളിലും ആണിപ്പാടുകളുണ്ട്. ഇതാ ഈ ചങ്കത്ത് വിലാവ് ഇല്ലേ, കുന്തം കുത്തിയ പാടുണ്ട്. ഇത് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കുരിശിൽ തൂങ്ങിയതിൻ്റെ അടയാളങ്ങളാണ്. എങ്കിൽ ഭർത്താവിനോട് ചോദിക്കും, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെടാൻ നിനക്ക് എന്തെങ്കിലും അടയാളങ്ങൾ സമർപ്പിക്കാനുണ്ടോ? നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ അപമാനിക്കപ്പെട്ട നിമിഷങ്ങളുണ്ടോ? നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ വേദന അനുഭവിച്ച നിമിഷങ്ങളുണ്ടോ? നീ തകർക്കപ്പെട്ട സമയങ്ങളുണ്ടോ? ഭർത്താവിന് വേണ്ടിയിട്ട് നീ അപമാനമേറ്റത്, സഹിക്കുന്നത്, സങ്കടപ്പെട്ടത്, അതല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ തകർക്കപ്പെട്ട, ജീവിതം പോലും നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്ന, ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ സഹനങ്ങളുടെ കണക്ക് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ആയിരിക്കണം. ഉണ്ടോ? സ്നേഹമുള്ളവരെ, നമ്മൾ എന്തായിരിക്കും മറുപടി പറയുക? അതിനും കർത്താവ് നല്ല മനോഹരമായൊരു മറുപടി സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. താലന്തുകളുടെ ഉപമ. ഓരോരുത്തരും അവനവൻ്റെ കഴിവനുസരിച്ചാണ് കർത്താവ് താലന്ത് കൊടുത്തത്. 5 കിട്ടിയവൻ അവൻ്റെ കഴിവനുസരിച്ച് അത് 10 ആക്കി. 2 കിട്ടിയവൻ കഴിവനുസരിച്ച് 4 ആക്കി. അതിലൊരാൾ മാത്രം പറഞ്ഞു, അവൻ്റെ കഴിവ് ഒന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചിലർ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു സമൂഹത്തെ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണമുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ചിലരൊരു പ്രദേശത്തെ നന്നാക്കാനായിരിക്കും കഴിവ് കൊടുത്തേക്കണേ. ചിലർക്ക് കുടുംബം മാത്രമേ ഉള്ളൂ. ആ കുടുംബം മാത്രം ഒന്ന് വിശുദ്ധീകരിച്ചാൽ മതി. അവൻ്റെ ഭാര്യയെ മാത്രം ഒന്ന് വിശുദ്ധീകരിച്ചാൽ മതി. വലിയ ബന്ധങ്ങൾക്കൊന്നും കൊടുക്കണ്ട. അപ്പോൾ ആ ചെറുത് കിട്ടിയവൻ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കർത്താവേ, നീ വിതയ്ക്കാത്തോടത്തും വിതറാത്തോടത്തും എടുക്കുന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ തന്നിരിക്കുന്ന സാധനം ദേണ്ട ഞാനിവിടെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. നാളെ ദൈവം ചോദിക്കുമ്പോൾ പറ്റിയ സാധനത്തിനെ കർത്താവേ തന്നത്, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല, നീ തന്നെടുത്തു, നീ തന്നു, നീ എടുത്തോ, ഇതാ കൊണ്ടുപോക്കോ എന്ന് പറയുന്ന ഒരു മനോഭാവമാണോ? അതോ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ബലിയായി തീർന്ന, വ്യയം ചെയ്ത, ക്രയവിക്രയം ചെയ്ത ഒരു നല്ല വ്യാപാരിയെ പോലെ കണക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കുടുംബജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. കുടുംബജീവിതം വിശുദ്ധർക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. കുടുംബജീവിതം അതൊരു എഗ്രിമെൻ്റ് അല്ല, അതൊരു സാക്രമെൻ്റാണ്. ബലിയായി തീരുക എന്നുള്ളതാണ്. ആ ബലിക്ക് ഒരു മറുപടിയുണ്ട്. ബൈബിളിലെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള മുഴുവൻ ബലികൾക്കും ഉത്തരം ദൈവം കൊടുത്തിട്ടുണ്ട്. ബലി നല്ലതാണെങ്കിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ട്, ബലി മോശമായിട്ടുണ്ടെങ്കിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ഞാനൊരു ബലിയായി തീർന്നിട്ടുണ്ടെങ്കിൽ, ആ ബലിയിൽ നിന്ന് ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ തലമുറയെ മാറ്റുന്ന അടയാളങ്ങൾ ദൈവം ആ കുടുംബത്തിൽ വരുത്തിയിരിക്കും. അതുകൊണ്ട് ഒരു കുടുംബജീവിതം, നമുക്കൊരായുസ്, ഒരു ജീവിതം അതേറ്റവും വിശുദ്ധീകരിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയാക്കിക്കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാം കുടുംബജീവിതങ്ങളും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേക ദൈവം പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെ, പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന പോലെ, പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും സ്നേഹിക്കുന്ന പോലെ ജീവിത പങ്കാളികൾക്കും മക്കൾക്കും സ്നേഹത്തിൽ ഒരുമിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ചോദിക്കുമ്പോൾ, പിതാവേ, അങ്ങനെ ഏൽപ്പിച്ച എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ ബലി കഴിച്ചു എന്ന് പറയുവാൻ ഒരു ഭർത്താവിന്, ഒരു ഭാര്യയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ളവരായി, വിളിയുള്ളവരായി തീരുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും കുടുംബജീവിതത്തിൻ്റെ മധ്യസ്ഥനായ മോർ യോസേപ്പിൻ്റെയും മാധ്യസ്ഥം നമുക്കിടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.